ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ക്ഷേത്രാചാരങ്ങൾ. ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാവാം? എത്ര പ്രദക്ഷിണം ചെയ്താലുള്ള ഫലം എന്താണ്? ചിലവർ ചെല്ലും, ഓടിച്ചെല്ലും, ഒരു പ്രദക്ഷിണം ചെയ്യും, 2 പ്രദക്ഷിണം ചെയ്യും, ചിലപ്പോൾ 3 പ്രദക്ഷിണം ചെയ്യും, തിരക്ക് പിടിച്ച് ഓടിച്ചെന്ന് രാമ പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് ഓടിപ്പോരും. അതാണ് ക്ഷേത്രാചാരങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് നമ്മുടെ പൂർവികര് നിഷ്കർഷിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ എങ്ങനെ പോകണം, ക്ഷേത്രത്തിൽ എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം, ക്ഷേത്രത്തിലെ ബുദ്ധിമുട്ടും തിരക്കുള്ള ഒരു ക്ഷേത്രത്തിൽ പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ക്ഷേത്രാചാരങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടുണ്ട്. മനസ്സിനെ ഏകാഗ്രമാക്കി, മനസ്സിനെ ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധമാണ്, ശരീരത്തിൽ അഴുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുളിച്ച് വൃത്തിയായാൽ ശരീരം ശുദ്ധമാവും, മനസ്സും ശുദ്ധമാവണം. അപ്പോൾ മനസ്സും ശരീരവും ശുദ്ധമാക്കി നമ്മൾ ഏകാഗ്രമാക്കിയിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്, മനുഷ്യ ശരീരം ഒരു ക്ഷേത്രമാണ്. അപ്പൊ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം 7 തവണ നമ്മൾ, അവിടെ അരയാലുണ്ടെങ്കിൽ 7 തവണ നമ്മൾ അരയാലിനെ പ്രദക്ഷിണം ചെയ്യുക. അരയാലിനെ 7 തവണ പ്രദക്ഷിണം ചെയ്യുക. ആദ്യം ചെന്ന് അരയാലിനെ 7 തവണ പ്രദക്ഷിണം ചെയ്യുക. ഈ അരയാലിനെ 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ സപ്തനാഡികൾ, 7 നാഡികളിലും പ്രാണോർജം കയറുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രാണോർജം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അരയാലിന്റെ ആ ഒരു കാറ്റ്, അതിൻ്റെ ഒരു സാമീപ്യം, അതിൻ്റെ ഒരു സദൃശ്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പണ്ട് കാലത്ത് അമ്പലപ്പറമ്പിലൊക്കെ അരയാലിനെ ചുറ്റും പോയിട്ട് ആളുകൾ കൂടിയിരുന്ന്, വൈകുന്നേരങ്ങളിൽ ആ കൂടിയിരുന്ന ആളുകൾ സൊറ പറയുകയും അവിടെ ഇരുന്ന് കഴിച്ചു കൂട്ടുകയും ചെയ്യും. ആ ആൽവൃക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം ഓക്സിജനാണ്, പ്രാണോർജ്ജമാണ്. ആ ഊർജ്ജം നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് എന്താണ്, കൂടുതൽ ഉന്മേഷം ഉണ്ടാവും. അപ്പോൾ വെറുതെയെങ്കിൽ പോലും നമ്മൾ ആലിന്റെ ചോട്ടിൽ ചെന്ന് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിരിക്കുമ്പോഴോ, അല്ലെ സംസാരിക്കുന്നത് ചിലപ്പോൾ വേറെ മറ്റെന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് നമ്മളിലേക്ക് കയറുന്നത് പ്രാണോർജ്ജമായിരിക്കും. അപ്പോൾ അരയാലിനെ നമ്മൾ 7 തവണ പ്രദക്ഷിണം ചെയ്താൽ നമ്മളുടെ സപ്തനാഡികളിലും പ്രാണോർജ്ജം പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി കൈ കൂപ്പിയിട്ട് നാമജപത്തോടെ അടികൾ വച്ച്, അതായത് കൈകൂപ്പി നാമം, നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ചവിട്ടടി വെച്ചിട്ട് ആളുകൾ പോകുന്ന കണ്ടിട്ട്, സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണം നിഷിദ്ധമാണെന്നുള്ളത് കൊണ്ട് ചവിട്ടടി വെച്ചിട്ടാണ് ഇത്ര അടി ഇങ്ങനെ പതുക്കെ വെച്ച്. അപ്പൊ കൈകൾ കൂപ്പി പ്രദക്ഷിണം വയ്ക്കണം. നാമജപത്തോടു കൂടി വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കാൻ. അല്ലാതെ അടിക്കാനോ പോകുന്ന മോർണിംഗ് വാക്കിന് പോകുന്ന പോലെയല്ല നമ്മൾ പ്രദക്ഷിണം വയ്ക്കേണ്ടത്. കൈകൾ കൂപ്പി നാമജപത്തോടെ വേണം നമ്മൾ, അടികൾ വെച്ച് വേണം നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം ചെയ്യാൻ. ഇനി 21 ഏറ്റവും നല്ല ഉത്തമമായ, വളരെ നല്ല പ്രദക്ഷിണം. 21 ഉത്തമമായ പ്രദക്ഷിണം. ഗണപതിക്ക് 1, ശിവന് 3, ദേവിക്കും വിഷ്ണുവിനും 4. ഇങ്ങനെയാണ് പ്രദക്ഷിണ കണക്കുകൾ. ഇനി അമ്പലത്തിൽ പോയാൽ ഉപദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഉപദൈവങ്ങൾക്ക് നമുക്ക് ആദ്യം ഉപദൈവങ്ങളെ തൊഴുതതിന് ശേഷം പ്രധാന ദേവനെ തൊഴുക. സാധാരണ നമ്മളൊക്കെ നേരെ തിരിച്ചാ, ആദ്യം ഇതിന് ശേഷം പ്രധാന നടയിൽ പോയി തൊഴുതതിന് ശേഷമാണ് ഉപദേവനെ തൊഴാൻ നടക്കുക. അപ്പം ആദ്യ പ്രദക്ഷിണം പാപനാശം. ഇപ്പോൾ 3 പ്രദക്ഷിണമാണെങ്കിൽ ആദ്യം പ്രദക്ഷിണം പാപനാശം, രണ്ടാമത്തേത് ദർശനാധികാരം, നമ്മൾ അധികാരം ചോദിക്കൊണ്ടാണ്, എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കണേ എന്ന് പറഞ്ഞാണ് ആദ്യത്തെ പ്രദക്ഷിണം. രണ്ടാമത്തേത് ദർശനാധികാരം, നമുക്ക് ദർശിക്കാൻ ഒരു അധികാരം തരുന്നു. മൂന്നാമത്തേത് ഐശ്വര്യലബ്ധി. ഇവയാണ് ഫലം. ഇങ്ങനെയാണ് നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ. അതായത് പറയുന്നത്, ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ തലയിൽ ഒരു എണ്ണ നിറച്ചൊരു കുംഭം വെച്ചിട്ട് എണ്ണയുമായിട്ട് തുളുമ്പാതെ നടക്കുന്നത് പോലെ, ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ, അവൾ നടക്കാതെ തട്ടിപ്പറഞ്ഞ് വീഴാതെ നടക്കണം. അവളുടെ കയ്യിൽ തലയിൽ ഒരു എണ്ണക്കുടം വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ചുകൊണ്ട് തുളുമ്പാതെ നടക്കുന്നത് പോലെ വളരെ പതുക്കെ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ അങ്ങനെ ആയിരിക്കണം. അടിവച്ച് പോലും ഭൂമി പോലും അറിയാത്ത വിധമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കേണ്ടത്. ഇടിച്ച് തുള്ളി മോർണിംഗ് വാക്ക് ചെയ്യുന്ന പോലെ ചാടി തുള്ളി വേഗം പോയി 4-5 പ്രദക്ഷിണം ചെയ്ത് ഇടിച്ച് പൊളിച്ച് തിരിച്ച്, ചിലവർ കണ്ടിട്ടുണ്ട് വളരെ തിരക്ക് പിടിച്ച് ചെല്ലും, വേഗം ചെല്ലും, ഇറങ്ങി ഹരേ രാമ എന്നിട്ട് 5-8 പ്രദക്ഷിണം ഓടിപ്പടച്ച് പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് ഇറങ്ങി ഓടിപ്പോരും. അങ്ങനെയല്ല നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചാൽ നമ്മൾ പൂർണ്ണ ഗർഭിണി, തലയിൽ എണ്ണക്കുടവും വെച്ച്
ഭൂമി പോലും അറിയാതെ അടിവച്ച് പോകുന്നത് പോലെ ക്ഷേത്രത്തിനകത്ത് വളരെ വളരെ ഭയഭക്തിയോടെ നമ്മൾ അതേ രീതിയിൽ വേണം പ്രദക്ഷിണം ചെയ്യാൻ. അങ്ങനെ സാവധാനത്തിലായിരിക്കണം പ്രദക്ഷിണം ചെയ്യുന്നത്. ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വിയർക്കുന്നത് അശുദ്ധമാണ്. 2 പ്രദക്ഷിണായാലും 4 പ്രദക്ഷിണായാലും 21 പ്രദക്ഷിണമായാലും നമ്മൾ വിയർക്കുന്നത് അശുഭമാണ്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വളരെ തിരക്ക് പിടിച്ച് പ്രദക്ഷിണം ചെയ്യാതെ വളരെ സാവകാശം പ്രദക്ഷിണം ചെയ്യുക. ആ ചെയ്യുന്ന പ്രദക്ഷിണത്തിന്റെ ഓരോന്നിന്റെ അർത്ഥം അറിഞ്ഞ് ഓരോ പ്രദക്ഷിണത്തിലും ഫലം നമ്മൾ കൂടാൻ വേണ്ടി 21 പ്രദക്ഷിണം ഉത്തമമാണ്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർക്ക് അതുപോലെ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ ഉത്തമമാണ്. ക്ഷേത്രാചാരങ്ങൾ പാലിക്കുകയും ക്ഷേത്ര പ്രദക്ഷിണം വളരെ നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രാചാരങ്ങളോടൊപ്പം തന്നെ നമ്മളിലേക്കും ഐശ്വര്യ സമ്പത്ത് സമൃദ്ധി വരാൻ തുടങ്ങും എന്നുള്ളത് തർക്കമറ്റ വിഷയം തന്നെയാണ്.